നമ്മുടെ ഭാഗവായിക്കുന്ന നമ്മുടെ കർത്താവേശുടെ വിശുദ്ധ ദൈവത്തിന്റെ ജീവനോചനങ്ങളുടെ അറിയിപ്പിനെ കേൾക്കണം. അവിടുത്തെ ആത്മാവോടെ ലോകത്തിന് ജീവനും രക്ഷയും ഘോഷിക്കുന്ന വിശുദ്ധനായ രക്ഷാകരമായ സുവിശേഷത്തെ ശരീരം ധരിച്ച ദൈവത്തിന്റെ ജീവനുള്ള വചനവും നമ്മുടെ കർത്താവ് ദൈവവും വിശുദ്ധവുമായ മനുഷ്യാവതാരത്തിന് ഇവ ഇപ്രകാരം സംഭവിച്ചു. ജനസമൂഹത്തെയും ശിഷ്യന്മാരെയും വിളിച്ചിട്ട് അവരോട് പറഞ്ഞു, എന്നെ അനുഗമിക്കുവാൻ മനസ്സുള്ളവൻ തന്നെ തന്നെ തിരിച്ച് തന്നെ കുരിശുപിടിച്ച് എന്റെ പിന്നാലെ വരട്ടെ. എന്തെന്നാൽ തന്റെ ജീവൻ രക്ഷിപ്പാൻ ആഗ്രഹിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തുന്നു. എനിക്ക് വേണ്ടി എന്റെ സുവിശേഷത്തിന് വേണ്ടി തന്റെ ജീവൻ നശിപ്പിക്കുന്നവൻ അത് രക്ഷിക്കുന്നു. ഒരു മനുഷ്യൻ ലോകം മുഴുവൻ നേടിയിട്ട് തന്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തുമെങ്കിൽ അവന് എന്ത് പ്രയോജനം? അല്ലെങ്കിൽ മനുഷ്യൻ തന്റെ ആത്മാവിന് പകരമായി എന്താണ് കൊടുക്കുക? എന്തെന്നാൽ പാപവും വ്യഭിചാരവുമുള്ള ഈ വംശത്തിൽ ഒരുവനെ കുറിച്ചും എന്റെ പാപങ്ങളെ കുറിച്ച് ലജ്ജിച്ചാൽ മനുഷ്യപുത്രൻ എന്റെ പരിശുദ്ധമാലാത്മാരോടുകൂടി പിതാവിന്റെ ഭാഗത്തെ വരുമ്പോൾ അവനെ കുറിച്ച് എന്ന് താൻ ചെയ്തു മറക്കുമോ? നിങ്ങളെല്ലാവർക്കും സംപ്രീതി ഉണ്ടായിരിക്കട്ടെ.